ഗൈസ്, സ്മാർട്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജസ് ആണോ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആണോ കൂടുതൽ ഇഷ്ടം? കമന്റ് ചെയ്യുക. ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം ഫുള്ളി കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ഉള്ള ഒരു ഫോൺ കൈ പിടിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖം. ഇത് നമ്മുടെ വിവോ T4 Pro. വിവോയുടെ T സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നല്ല പെർഫോമൻസും നല്ല ക്യാമറയും കിഡ്ലം ബാറ്ററിയൊക്കെ തരുന്ന ഒരു ഓൾറൗണ്ടർ ഫോണുകളാണ്. അപ്പോൾ T4 Proയുടെ കാര്യം വരുമ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് വിശദമായിട്ട് നോക്കിയിട്ട് ഇത് വാങ്ങണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിൽ 50 മെഗാ പിക്സലിന്റെ 2 ക്യാമറകളാണ് വരുന്നത്. പ്രത്യേകത എന്താണെന്നറിയോ? ഈ 2 ക്യാമറയും ഒരേ സെൻസറാണ്, IMX882. വ്യത്യാസം ഒരെണ്ണം 3x ടെലിഫോട്ടോ ക്യാമറയാണ്. വെറും 3x അല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ട്. കുറച്ച് ഫോട്ടോ സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരാം. എന്ത് രസമായിട്ടാണെന്നറിയോ ഫോട്ടോസ് എടുക്കുന്ന പോർട്രേറ്റ്സ് ഒക്കെ. സൈസിന്റെ കൊളാബറേഷനുമായി വരുന്ന V സീരീസ് ഫോണുകൾ പോലെ അത്രയും ബൊക്കെ എഫക്റ്റുകളൊന്നും ഇല്ല എങ്കിലും ബേസിക് ആയിട്ടുള്ള 3-4 ബൊക്കെ എഫക്ട്സ് ഉണ്ട്. ബട്ട് ഔട്ട്പുട്ട്സ് ആർ റിയലി ഐ പ്ലീസിങ്. എഡ്ജ് ഡിറ്റക്ഷൻ അടിപൊളിയാണെന്ന് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലർ ആയിക്കോട്ടെ, കളർ ടോൺസ് ആയിക്കോട്ടെ, ഈവൻ ലോ ലൈറ്റിൽ പോലും എടുക്കുന്ന പോർട്രേറ്റ്സ് എന്ത് രസമാണെന്ന് നോക്കിയേ. ലോ ലൈറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഓറാ ലൈറ്റിന്റെ പരിപാടിയൊക്കെ ഇതിനകത്തും ലഭിക്കുന്നുണ്ട്. ഇനി OIS ഉള്ള പെരിസ്കോപ്പ് ഡിസൈനിലുള്ള ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് 3x വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും 4K 30 FPS. ആൻഡ് എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു 4K ഫുട്ടേജ് കാണാനായിട്ട്. ശരിക്കും നാച്ചുറലി ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ക്ലാരിറ്റിയിലും യാതൊരു പ്രശ്നവുമില്ല. സോ എനിക്ക് ആ ഒരു ടെലിഫോട്ടോ ലെൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ കാണുന്ന ഫോട്ടോയിൽ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ട്. ഇതിനെനിക്ക് 10x സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും, ക്ലാരിറ്റി ഒന്നും അധികം പോവാത്ത രീതിയിൽ. ശരി, പ്രൈമറി ആയിട്ടുള്ള ക്യാമറയോ അതും 50 മെഗാ പിക്സലിന്റെ ആണ്. ആൻഡ് പ്രൈമറി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും കാണിച്ചു തരാം. പഞ്ചിയാണ്, ബ്രൈറ്റ് ആണ്, വിവിഡ് ആണ്, ഇൻസ്റ്റന്റ് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് തന്നെ. നിങ്ങൾക്ക് വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇപ്പോൾ ഈ സ്കൈ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമല്ല. അത്തരത്തിലുള്ള ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെടും. പിന്നെ പൊതുവേ ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു 8 മെഗാ പിക്സലിൽ അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ആ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. 2 യൂസ്ഫുൾ ആയിട്ടുള്ള 50 മെഗാ പിക്സൽ ക്യാമറയാണ് പുറകിൽ. പിന്നെ അതാ ഈ കാണുന്നത് ഇത് 2 മെഗാ പിക്സൽ ഒരു ബൊക്കെ ക്യാമറയാണ് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ട്. ഇനി പ്രൈമറി ക്യാമറയിൽ നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ആൻഡ് പ്രൈമറി ക്യാമറയിലുള്ള വീഡിയോ ഫുട്ടേജസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുക്കുന്ന വീഡിയോയില്ലേ, ബൊക്കെ വീഡിയോ, അതിൻ്റെ ഓപ്ഷൻ മിസ്സിംഗ് ആയിട്ട് തോന്നി. ഇനി ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വെച്ചും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള സെൽഫി ക്യാമറയാണ്. ബ്രൈറ്റ് ആയിട്ട് സൺലൈറ്റ് ബാക്കിൽ നിന്നും വരുന്ന സമയത്ത് പോലും ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഫേസും നല്ലപോലെ HDR മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫീസ് തന്നെയാണ്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഈ ഫോണിൽ ഒരു കുഴപ്പമില്ല. ഫോട്ടോസിൽ നിന്നും അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എറേസ് ചെയ്യാൻ വരുന്ന ഇറേസർ, ഫോട്ടോയിൽ നിങ്ങൾ മാത്രം നീക്കി വെച്ച് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ വരുന്ന മാജിക് മൂവ്, ഇമേജ് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് എക്സ്പാൻഡർ, ഫോട്ടോയുടെ ക്ലാരിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി ഫോട്ടോ എൻഹാൻസ്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് ഇതിന് നെറ്റ്വർക്ക് വേണം. സോ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം ക്ലൗഡിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈവൻ ക്യാമറ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിലിം ക്യാമറ മോഡ് വരും. ഇത്തരത്തിൽ ഒരു ഫിലിം ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഫിലിം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴുള്ള ക്യാമറയിൽ അതേപോലത്തെ ഒരു ഔട്ട്പുട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫൺ മോഡ്. ഇനി പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഫോൺ സൈഡിൽ നോക്കുമ്പോൾ നല്ല സ്ലിമ്മുമാണ്, കൈ പിടിക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റും ആണെങ്കിലും ഇതിനകത്ത് 6500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇത് സിലിക്കൺ കാർബൺ ആനോഡുള്ള ബാറ്ററിയാണ്. പക്ഷെ 3rd ജനറേഷൻ എന്ന് പറയുന്നു, അതായത് കുറച്ചുകൂടി കുറവ് സ്പേസിൽ കൂടുതൽ കപ്പാസിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നും പൊതുവെയുള്ള സിലിക്കൺ കാർബൺ ബാറ്ററീസിനേക്കാളും കുറച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യും എന്നുമാണ് പറയുന്നത്. എന്തായാലും സാധനം 90 വാട്ട്സിലാണ് ഫാസ്റ്റ് ചാർജ് ആവുന്നത്. ചടയെന്ന് പറഞ്ഞ് ചാർജ് ആവുമെന്ന് മാത്രമല്ല, ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടിയോണ്ട് തന്നെ ഈവൻ 1% ബാറ്ററി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കോളൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും കപ്പാസിറ്റി ഇതിന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാലും ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗൺ 7 Gen 4. 7 Gen 4 AnTuTu സ്കോർ നോക്കുമ്പോൾ ഏകദേശം 1 മില്യൺ അടുത്ത് AnTuTu സ്കോർ കിട്ടുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ആൻഡ് അധികം ഹീറ്റിംഗ് ഒന്നും ആവുന്നില്ല. AnTuTu റൺ ചെയ്തപ്പോഴും ഏകദേശം ഒരു 36 ഡിഗ്രീസ് വരെയൊക്കെ പോകുന്നുള്ളൂ. വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. 16470 mm² ഒരു വലിയ വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്. സോ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഗെയിം ചെയ്യാനായിട്ട് പറ്റും. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നിങ്ങൾക്ക് 90 FPS കളിക്കാനായിട്ട് പറ്റും. ആൻഡ് ഗെയിം കളിക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കണ്ടുമില്ല. എന്തായാലും ഡിവൈസ് ഓടുന്നത് FunTouch OS 15ലാണ്. അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ് എങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. എന്തായാലും 4 കൊല്ലത്തെ OS അപ്ഡേറ്റ്സും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആണ് പ്രോമിസ് ചെയ്യുന്നത്. കൂടാതെ ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്ത് ഗൂഗിൾ ജെമിനി അവൈലബിൾ ആണ്. പിന്നെ താഴത്തെ ബാർ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. സ്റ്റോറേജ് ടെസ്റ്റും റൺ ചെയ്ത് നോക്കി ഏകദേശം ഇതാണ് സ്കോർ വരുന്നത്. ബ്ലേസ് ഗോൾഡ് എന്നൊരു കളറും കൂടിയുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ കളറാണ് കാണാൻ കുറച്ചുകൂടി രസം. ഇതിനെ നൈട്രോ ബ്ലൂ എന്നാണ് പറയുന്നത്. ചെറിയൊരു ഷിമ്മറിങ് എഫക്റ്റ്, ഒരു മെറ്റാലിക് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സൈഡിലുള്ള ഫ്രെയിം ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. ആൻഡ് ആ ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടി എംബോസ്ഡ് ആണ്. ബാക്ക് സൈഡ് കർവ്ഡ് ആണെന്ന് മാത്രമല്ല, മുന്നിലേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയും ലേശം 4 സൈഡ്സും കർവ്ഡ് ആണ്. ഇതൊരു 6.77 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. HDR10+ സർട്ടിഫൈഡ് ആയിട്ടുള്ള DCI P3 കളർ ഗാമറ്റോട് കൂടി. എന്നാലും ഡയറക്റ്റ് സൺലൈറ്റിൽ പുറത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. 1500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി HDR കോണ്ടന്റുകൾ കാണുമ്പോൾ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിവൈസ് നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. IP68ഉം IP69ഉം ഉണ്ട്, വിച്ച് മീൻസ് വെള്ളത്തിൽ നിങ്ങൾക്ക് മുക്കിയിടാം എന്ന് മാത്രമല്ല കയ്യിലൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് സ്പീക്കറിനകത്തൊക്കെ വെള്ളം കയറി പോയി കഴിഞ്ഞാൽ അത് എജക്ട് ചെയ്യാനായിട്ടുള്ള മോഡൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ ഈ ഒരു ചാർജിങ് പിന്നൊക്കെ വെള്ളം കയറി കഴിഞ്ഞാലും കൊറോഷൻ ഇല്ലാത്ത, അതായത് ഈ തുരുമ്പൊക്കെ പിടിക്കില്ല, ഒന്നും പിടിക്കാത്ത രീതിയിലുള്ള കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ പ്രൊട്ടക്ഷൻ വൈസ് നല്ലത് തന്നെയാണ്. ഈവൻ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇത് സ്കോട്ട് സെൻസേഷൻ ഡയമണ്ട് ഗ്ലാസ് ഷീൽഡ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ്. എന്തായാലും മുകളിൽ പ്രീ അപ്ലൈഡ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. ഫേസ് അൺലോക്കിന്റെ ഓപ്ഷനും ഉണ്ട്. ഇവിടെ താഴെയായിട്ടാണ് സിം ട്രേ. ഇതിനകത്ത് നിങ്ങൾക്ക് 2 നാനോ സിമ്മാണ് ഇടാൻ പറ്റുന്നത്. 11 5G ബാൻഡുകളുടെ സപ്പോർട്ട് ഉണ്ട്. T3 Pro നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഏകദേശം ഒരു ഐക്യു ഫോണിന്റെ ഒക്കെ ഒരു ലുക്കായിരുന്നു. ഇപ്പോൾ ഇത് ഒരു വിവോ V സീരീസ് ഫോണുകളുടെ ഒക്കെ ലുക്കായിട്ട് മാറിയിട്ടുണ്ട് T4 Pro വന്നപ്പോൾ. എന്തായാലും ഇതിന്റെ എക്സാക്ട് പ്രൈസിങ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ല. ബട്ട് T3 Pro ഏകദേശം 25,000 ബിലോ ആണല്ലോ വന്നത്. അപ്പോൾ ഇതും ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരാൻ സാധ്യത. എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് അപ്ഗ്രേഡുകൾ ഉണ്ട്. ലൈക്ക് 7 Gen 3 ആയിരുന്നു, ഇപ്രാവശ്യം 7 Gen 4 കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറാസ് അത്യാവശ്യം ബെറ്റർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഫോൺ നോക്കുവാണെങ്കിൽ ആ ഒരു 20 to 25K പ്രൈസ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ ഉള്ള, അത്യാവശ്യം ബാറ്ററി നിൽക്കുന്ന, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ ക്യാമറയുള്ള വിവോയുടെ ഔട്ട്പുട്ട്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്തരത്തിലൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിവോ T4 Pro നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.